സ്റ്റുഡന്റ് മൈഗ്രേഷനും വെറും ഒരു എന്താ പറയാ ബ്രെയിൻ ഡ്രെയിനും അല്ല, ഒരു പെർമനന്റ് ഹ്യൂമൻ ക്യാപിറ്റൽ ലോസ് ആണ് നമുക്ക് സംഭവിക്കുന്നത്. കാരണം പല കുട്ടികളും ഈ പറഞ്ഞ പോലെ ദുബായിലേക്ക് ജോലി ചെയ്യാൻ പോകുന്നു എന്ന് മാത്രമല്ല, യൂറോപ്പിലൊക്കെ പോയി സെറ്റിൽ ആവുന്നു, അല്ലെങ്കിൽ കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു, ടോട്ടലി അവിടെ സെറ്റിൽ ആവുന്നു. അപ്പൊ നമുക്കൊരു ഹ്യൂമൻ ക്യാപിറ്റൽ ലോസ് ആണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ ബ്രെയിൻ ഡ്രെയിനായി ഇക്വേറ്റ് ചെയ്തിട്ട് നമ്മൾ ചെറുതായി കാണരുത്. പിന്നെ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം, ഈ കോൺഗ്രസിന് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഒരു നെഗറ്റീവ് മാൻഡേറ്റ് ആണ്. കാരണം അത് LDF ഒട്ടും കൊള്ളില്ല എന്നതുകൊണ്ടാണ്. അല്ലാതെ ഇവരുടെ മിടുക്ക് കൊണ്ടോ പോസിറ്റീവ് മാൻഡേറ്റ് അല്ല, അതൊരു പോസിറ്റീവ് മാൻഡേറ്റ് അല്ല. അപ്പൊ എന്തുകൊണ്ടും നേരത്തെ ഫിനാൻഷ്യൽ ക്വാർട്ടർ വണ്ണിന്റെ കാര്യം ചോദിച്ചു, അപ്പൊ അവരൊന്നും പറഞ്ഞില്ല. കാരണം ഫിനാൻഷ്യൽ ക്വാർട്ടർ വൺ പോലും ഇപ്പൊ മിസ്മാനേജ്മെന്റിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് ചോദിച്ചാൽ അവർക്ക് ഉത്തരമില്ല. പക്ഷേ ഈ പറയുന്ന പോലെ ഒരു നെഗറ്റീവ് മാൻഡേറ്റ് കിട്ടിയ സർക്കാരിൽ നിന്ന് ആളുകൾ പെട്ടെന്ന് റിസൾട്ട്സ് പ്രതീക്ഷിക്കും. വളരെ വലിയ മാജിക് ആയിരിക്കും പ്രതീക്ഷിക്കുക. അത് ഇവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? അതിന്റെ സാറേ, എനിക്ക് പറയാനുള്ളത് ചോദ്യത്തെക്കാൾ ഉപരിയായിട്ടൊരു കാര്യം പറയാനാണ്. അതായത് ഈ വരുന്ന തലമുറ രാഷ്ട്രീയത്തോട് താല്പര്യമില്ലാത്ത രീതിയിലാണ് കാണുന്നത്. കാരണം ഈ പ്രവൃത്തിയെ കണ്ടിട്ടായിരിക്കാം ചിലപ്പോ. ഏതായാലും ഇപ്പൊ ഇവിടെ നിന്ന് ഇപ്പൊ കുട്ടികളെല്ലാം വിദേശ രാജ്യത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് രാഷ്ട്രീയം പറയാനല്ല, പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവിടെയുള്ള രക്ഷിതാക്കളൊക്കെ അനാഥരാവുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം കാണാനുള്ള രീതിയിലേക്കുള്ള ഒരു സംഭവം വേണം. വിദ്യാഭ്യാസം മാത്രമല്ല, തൊഴിലില്ലായ്മ ഒരു പ്രശ്നം തന്നെയാണ്. ജനങ്ങൾ ഇവിടെ നടത്തിയ വികസനത്തെ ആ രീതിയിൽ ചർച്ച ചെയ്തില്ല, മനസ്സിലാക്കിയില്ല ഒരു അഭിപ്രായം നമുക്കുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഞാൻ പറഞ്ഞോട്ടെ, ഇപ്പൊ ഒരു സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ PSC ഉദ്യോഗാർത്ഥി ചോദിച്ചു. അതിൽ നിന്ന് എത്ര മനോഹരമായിട്ടാണ് ബസന്ത് ഒഴിഞ്ഞു മാറിയത്. ആ ലിസ്റ്റിലുള്ളവർക്ക് ജോലി കൊടുക്കുമെന്ന് ചോദിച്ചു, പറഞ്ഞില്ല. വേറെ പലതും പറഞ്ഞ് ഞങ്ങൾ മറ്റു മേഖലയിൽ, ഈ മേഖലയിൽ ഇത് തന്നെയായിരിക്കും ഇനി കേരളത്തിൽ കേൾക്കാൻ പോകുന്നത്. ഈ പറയുന്ന ഞാൻ പറഞ്ഞോട്ടെ, ഈ പറയുന്ന VD സതീശനായാലും ഇനിയിപ്പോ KC വേണുഗോപാലായാലും ഈ രമേശ് ചെന്നിത്തലയായാലും പറയാൻ പോകുന്നത് ഞാൻ മുൻകൂട്ടി കാണുന്നത് അത് VD സതീശൻ പറഞ്ഞതായിരുന്നു. അത് അങ്ങേര് പറഞ്ഞതല്ലേ, അത് മറ്റേ ഗ്രൂപ്പ് പറഞ്ഞതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറരുത്. അങ്ങനെയല്ല, അങ്ങനെ ഞാൻ പറഞ്ഞത് ഇത് റെക്കോർഡ് ചെയ്യണം, റെക്കോർഡ് ചെയ്ത് ഞങ്ങൾ പറയില്ല. ജനം മനസ്സിലാക്കിയില്ല. ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷനിലുള്ള പ്രശ്നമായിരിക്കും. അല്ല, അതുകൊണ്ട് മികച്ചത് വന്നത് എന്നാണല്ലോ ഇവർ പറയുന്നത്. ഇവർ പറഞ്ഞ വാഗ്ദാനങ്ങൾ ഇനി കേരളത്തിൽ എന്തുണ്ടാവില്ല? മദ്യശാലകൾ ഉണ്ടാവില്ല, പറഞ്ഞല്ലോ. ഇനി എന്തുണ്ടാവില്ല? ലോട്ടറി ഉണ്ടാവില്ല, അല്ലാതെ വരുമാനം കണ്ടെത്തും. അങ്ങനെയാണ്. അല്ല, ഇവര് പറഞ്ഞു മറ്റു മാർഗങ്ങളിൽ നിന്ന് കണ്ടെത്തുന്ന പറഞ്ഞത്. ഇതെല്ലാം ഇല്ലാത്ത ആവട്ടെ, അവര് ഞങ്ങൾക്ക് അഭിപ്രായം, ഞങ്ങൾക്കത് 1015 കോടി പറഞ്ഞു. അല്ലല്ല